ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് കൊല്ലവർഷം 1202 ആണ്ട് മലയാള വർഷഫലം. അത് കന്നി രാശിക്കാരായിരിക്കുന്ന ഉത്രം, അത്തം, ചിത്തിര എന്നീ നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും നല്ല ഭാഗ്യാവസ്ഥകൾ ഉള്ള ഒരു വർഷമാണ് കൊല്ലവർഷം 1202 ആണ്ട്. ചിങ്ങമാസം മുതൽ അടുത്ത കർക്കിടക മാസം തീരുന്നത് വരെ ഇങ്ങനെയുള്ള ഈ ഒരു വർഷം പൂർണ്ണമായ ദൈവാധീനം ഉണ്ട് എന്നുള്ളത് ഒരു വർഷം അങ്ങനെ കടന്നുപോകും. നല്ല സന്തോഷവും സമ്പൽ സമൃദ്ധവും ഐശ്വര്യപൂർണവുമായ കുടുംബജീവിതം നയിക്കുവാൻ സാധിക്കും. അതായത് കൊച്ചുകുട്ടികൾക്കായാലും കൗമാരപ്രായക്കാർക്കും യുവതീ യുവാക്കൾക്കും മധ്യവയസ്കർക്കും പ്രായമായവർക്കും ഒരുപോലെ അനുകൂലമായിരിക്കുന്ന ഒരു വർഷമാണ്. കണ്ടകശനിയൊക്കെ ഉണ്ടെങ്കിലും ദീർഘനാൾ ശനി വക്രത്തിലുള്ളതിനാൽ കണ്ടകശനിയുടെ ദോഷവും അധികമൊന്നും ബാധിക്കുകയില്ല. പൂർണ്ണമായ ദൈവാധീനം അത് സുഖസ്ഥാനത്തിൻ്റെയും നിവൃത്തിസ്ഥാനത്തിൻ്റെ അധിപനായിരിക്കുന്ന വ്യാഴം 11ാം ഭാവത്തിൽ നിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. രാശ്യാധിപനാകട്ടെ ഇഷ്ടഭാവത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്, രാജയോഗം പ്രദാനം ചെയ്തു. അതുപോലെ തന്നെയാണ് ചൊവ്വായും ഇഷ്ടഭാവങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുന്നുണ്ട്. ശുക്രനാകട്ടെ ധനസ്ഥാനത്തിൻ്റെയും ഭാഗ്യഭാവത്തിൻ്റെയും അനുഭവമുള്ള ശുക്രഗ്രഹവും പൂർണ്ണ ബലവാനായിട്ടും ഒക്കെ സഞ്ചരിക്കുന്ന സമയമുണ്ട്. അങ്ങനെയുള്ള ഈ ഒരു വർഷം എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരും. ഒന്നാമതായിട്ട് ആരോഗ്യം പൊതുവെ തൃപ്തികരമായി, ശ്രേയസ്സും യശസ്സും കീർത്തിയുമൊക്കെ വർദ്ധിക്കും, പദവികൾ വന്നു ചേരും, തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ട് ഉയർച്ചകൾ ലഭിക്കുന്ന ഒരു വർഷമാണ്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള സ്വന്തമായ തൊഴിൽ ചെയ്യുന്നവരായാലും ഗവൺമെൻറ് ജോലി ചെയ്യുന്നവരായാലും ഇനി അതല്ല വിദേശത്തായിരിക്കുന്നവരായാലും അവർക്കൊക്കെ അഭിവൃദ്ധികൾ സൂചകമാണ്. സ്ഥാനക്കയറ്റങ്ങൾ വന്നു ചേരുക, സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നു ചേരുക, അതുപോലെ തന്നെ വാഹനം വന്നു ചേരുവാനൊക്കെ യോഗമുണ്ട്. ഗൃഹം പുതുക്കിപ്പണിയുന്നതിനും യോഗമുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുവാൻ സാധിക്കും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനും ഉല്ലാസയാത്ര പോകുവാനും പുതുമയുള്ള ഗൃഹോപകരണങ്ങളും വസ്ത്രങ്ങളും ആഭരണങ്ങളുമൊക്കെ വന്നു ചേരുവാനുമൊക്കെ ദമ്പതികളായിട്ടുള്ളവർക്കും യോഗമുണ്ട്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങളും വന്നു ചേരും. മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും മറ്റ് IT മേഖല ജോലി ചെയ്യുന്നവരോ കലാകാരന്മാരായിരിക്കുന്നവരോ ബ്യൂട്ടി പാർലർ നടത്തുന്നവരായാലും അതുപോലെ തന്നെ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളിയായാലും മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവരോ അതുപോലെ തന്നെയാണ് കൃഷിക്കാരെ, അങ്ങനെ നിരവധിയായ തൊഴിലുകൾ ചെയ്യുന്നവർക്കും അഭിവൃദ്ധികരമാണ്. ശ്രേയസ്സും യശസ്സും വർദ്ധിക്കും. എഴുത്തുകാരെ, സാഹിത്യ രചനയൊക്കെ ചെയ്യുന്നവർ, സിനിമയിൽ അഭിനയിക്കുന്നവർ, സീരിയലിൽ അഭിനയിക്കുന്നവർ, അങ്ങനെ പോകുന്നു ആ വലിയ പട്ടിക. സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്തുന്നത് വളരെ ശ്രദ്ധിക്കണം. കരാറുടമ്പടികളിൽ ഒപ്പുവയ്ക്കുന്നത് അതീവ ജാഗ്രത ആവശ്യമാണ്. കടം വാങ്ങുന്നതും കൊടുക്കുന്നതും കഴിവതും ഒഴിവാക്കുക. ദമ്പതികളായിട്ടുള്ളവർ വാക്കുതർക്കമുണ്ടാകാതെ നോക്കണം. അതായത് വാക്കിൻ്റെ സ്ഥാനത്ത് ചില സന്ദർഭങ്ങളിലെങ്കിലും ഗുളികനും അതുപോലെ തന്നെ ആഗ്നേയ ഗ്രഹങ്ങളും ഒക്കെ സഞ്ചരിക്കുന്ന സമയങ്ങൾ വരുമ്പോൾ വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് പ്രയോഗിച്ചില്ല എങ്കിൽ വലിയ വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കുക തന്നെ ചെയ്യും. അത് അതീവ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യവുമാണ്. ഏറ്റവും പ്രധാനമായിട്ട് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതുമൊക്കെ ശ്രേയസ്കരമാണ്. എല്ലാവർക്കും ഒരു നന്മ നിറഞ്ഞ പുതുവത്സര ആശംസകൾ. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പൊരുത്തം നോക്കുന്നതിനും മുഹൂർത്തം നോക്കുന്നതിനും വ്യക്തിപരമായ വിവാഹ തടസ്സമോ തൊഴിൽ തടസ്സമോ സാമ്പത്തിക ക്ലേശങ്ങളോ ഒക്കെ അറിയുന്നതിന് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ട്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.